ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വിയോഗത്തിൽ ദുഃഖിതരാണ് കുടുംബവും സുഹൃത്തുക്കളും. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മരണം വാർത്തകളിലൂടെയാണ് പലരും അറിഞ്ഞത്. ഇന്ന് അവർക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തു. പലരും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് ഓർക്കുകയും തങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധം പങ്കുവെക്കുകയൊക്കെ ചെയ്തു. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ വ്യക്തി ഇന്നില്ല. രാമചന്ദ്രനില്ലാത്ത നീരാഞ്ജനം എന്ന വീട്ടിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തുമ്പോൾ എല്ലാവരുടെ മുഖത്തും നിഴലിച്ചു നിന്നത് പറഞ്ഞറിയിക്കാനാകാത്ത വിധം സങ്കടം മാത്രം. അദ്ദേഹം ഞങ്ങളുടെ മുൻകാല പ്രവർത്തകനായിരുന്നു. പിന്നെ അതുകൂടാതെ ഒരു വലിയ ദേശസ്നേഹിയായിരുന്നു. ഞങ്ങൾക്ക് ഒരു സംഭവം എല്ലാവർക്കും വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഞങ്ങൾ വളരെ മൊത്തത്തിൽ എന്താ പറയുക, രാജ്യത്തുള്ള എല്ലാവരും, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും ജാതി മതമൊന്നും നോക്കാതെ തന്നെ വളരെയധികം വിഷമഘട്ടത്തിലാണിപ്പോൾ. കുടുംബത്തോടൊപ്പം കശ്മീരിന്റെ മനോഹാരിത തേടി യാത്ര തിരിച്ച 65-കാരൻ വിധേയനായത് കണ്ണില്ലാത്ത ക്രൂരതക്കാണ്. മകളുടെ മുൻപിൽ വെച്ച് തന്നെ പിതാവിന്റെ ജീവൻ പൊലിഞ്ഞെന്ന വാർത്ത കേട്ട ആർക്കും ആ ഞെട്ടൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിലെല്ലാം തന്നെ ശ്രദ്ധേയനായിരുന്നു രാമചന്ദ്രൻ. ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന പ്രിയങ്കരനായ മനുഷ്യന്റെ വിയോഗം അംഗീകരിക്കാൻ രാമചന്ദ്രനെ അറിയുന്നവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളാരും ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഓരോ എൻജോയ്മെൻറ്റിന് വേണ്ടി പുറത്തു പോയപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് ജീവൻ വെടിയേണ്ടി വരുന്നുള്ളത്, അത് മോളുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് അച്ഛന് വെടിയേൽക്കേണ്ടി വരുമ്പോൾ ആ മോളുടെ മാനസികാവസ്ഥയും അപ്പം നമുക്ക് ആലോചിച്ചാൽ അറിയാം. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെയും ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അപ്പോൾ ഇവരുടെ കുടുംബമായിട്ട് വളരെ നല്ല രീതിയിൽ പരിചയമാണ്. അമ്പലത്തിലുമൊക്കെ എപ്പോഴും കാണും. അങ്ങനെ നല്ലൊരു പരിചയം ഉള്ള ആൾക്കാരാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.